മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ നമ്മുടെ SSLC ഹിന്ദി പരീക്ഷയാണല്ലോ വരാൻ പോണത്. അപ്പൊ മക്കളെ നമുക്ക് A+ അടിച്ചെടുക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കട്ടക്ക് നിന്നാല് A+ എഴുതി ഒപ്പിട്ട് തരട്ടോ. ഓക്കെ മക്കളെ നമ്മൾ 2 ദിവസം മുമ്പ് ഹിന്ദിയുടെ ഒരു ഉടായ്പ വീഡിയോ, അതായത് എല്ലാ ഫോർമാറ്റുകളുടെയും ഡയറി, ലെറ്റർ, ടിപ്പണി, അത് ഇത് സകല കുടച്ചക്രങ്ങളുടെയും ഉടായ്പ ഫോർമാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത വല്ല ഹബീബിങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കുക. SSLC ഹിന്ദി എന്ന് പറഞ്ഞ പബ്ലിക് എക്സാമിന്റെ ഒരു പ്ലേലിസ്റ്റ്, ഒരു ഫോൾഡർ അതിലുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് മക്കൾ ആ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. അതിന് പറയുന്നത് പോലെ എല്ലാ ഫോർമാറ്റുകളും പഠിക്കുക. അതാവുമ്പോൾ മക്കൾക്ക് ഏത് ഡയറി വരും, ഏത് ലെറ്റർ വരും, ഏത് ടിപ്പണി വരും എന്നിങ്ങനെ പ്രഡിക്ഷന്റെ പറയുന്നത് നടക്കേണ്ട ആവശ്യമില്ല. മക്കൾക്ക് ആ ഫോർമാറ്റ് പഠിച്ച് അതിനൊക്കെ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കൺഫേംഡ് ആണ് കേട്ടോ. അപ്പം മക്കളെ ഒരു 10-20 മാർക്ക് വാങ്ങാൻ നമുക്ക് ആ വീഡിയോ തന്നെ മതി. ബാക്കിയുള്ള മാർക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഗ്രാമറിലൂടെയും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൂടെയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാന്നൊക്കെ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെടുപ്പിന് വായിച്ച് നോക്കി കഴിഞ്ഞാലും വൺ വേർഡ് നമുക്കൊക്കെ എന്തായാലും കിട്ടും. പിന്നെ വൺ വേർഡ് 5-6 മാർക്കിനെ വരുള്ളൂ. 1 മാർക്കിന് 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. അത് മക്കൾ അറ്റൻഡ് ചെയ്താൽ തന്നെ അതിന്റെ പകുതിയോളം മാർക്ക് എന്തായാലും കിട്ടും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ഒരു വിധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ കഴിയും. കുറേ എണ്ണത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഉടായ്പിൽ അത് എഴുതുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട്. അത് മക്കളൊന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഗ്രാമറിന്റെ വീഡിയോകൾ ചെയ്യുന്നത്. നമുക്കറിയാം ഏതാണ്ട് 5 മുതൽ 7 മാർക്ക് വരെ മക്കൾക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗ്രാമറുകൾ കാണാം. അതിൽ 2 മാർക്ക് എന്ന് പറഞ്ഞാൽ വാക്യ പിരമിഡാണ്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മക്കൾ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ 2 മാർക്ക് സെറ്റാണ്, വാക്യ പിരമിഡ് സെറ്റാണ്. ഇനി ബാക്കി 1 മാർക്ക് എന്ന് പറഞ്ഞാൽ സർവ്വനാമം, അതായത് മേം, തു, വഹ്, യഹ്, വേ, യെ തുടങ്ങിയിട്ടുള്ള സർവ്വനാമങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ തൊട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ചുമ്മാ കിടപ്പുണ്ട്. മക്കൾ ആ വീഡിയോ കാണണം. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അപ്പോൾ 1 മാർക്കും സെറ്റായി. അപ്പോൾ 3 മാർക്കായില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു 3 മാർക്കിനെങ്കിലും വേറെ ചില ഗ്രാമറുകൾ വരും. ആ ഗ്രാമറുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. പിന്നെ അത് കൂടാതെ വിശേഷണം കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രാമർ കൂടി ഉണ്ട്. അത് ഞാൻ വേറെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം മക്കളെ ഗ്രാമർ ഈ ഒരു 3-4 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗ്രാമറും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും A+ മിസ്സാവില്ല, അതിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്ന് പഠിക്കാൻ പോണ ഗ്രാമർ ഇതാണ്. ഹിന്ദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ. മക്കളെ നമുക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ചുതരാം. സാഹിൽ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാത്ത. സാഹിൽ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഈ ത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം താ തീ തേ, ഡാൻസ് പഠിക്കുകയാണ് അല്ലേ? ഓക്കെ, ഈ താ തീ തേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ വാസ് വേറെ എന്നൊക്കെ പറയില്ലേ? ഇപ്പോൾ സാഹിൽ വാസ് ലുക്കിംഗ് എന്നാണ് ദ പ്രോഗ്രസ് കാർഡ് അല്ലേ എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ ഇംഗ്ലീഷ് മീനിങ്. അതായത് മലയാളത്തിൽ പറയുന്ന സാഹിൽ പ്രോഗ്രസ് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്നാൽ അത് ഇവിടേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് മാറി, ടെൻസ് ഒന്ന് മാറി. എന്താ? സാഹിൽ റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാ ഹേ എന്നായി. ഇവിടെ നോക്കിയാൽ രഹാ താ എന്നായിരുന്നു. ഇവിടെ താക്ക് പകരം ഹേ എന്നായി. ഇവിടെ താ എന്ന് പറഞ്ഞാൽ വാസ് വേറാണെന്ന് ഞാൻ പറഞ്ഞു, ആയിരുന്നു എന്ന്. ഹേ എന്ന് പറഞ്ഞാൽ ഈസ് ആം ആർ, അതായത് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഇതിന്റെ മീനിങ് എങ്ങനെ വരാ അറിയോ? സാഹിൽ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് രഹാഹേ എന്ന് പറഞ്ഞാൽ കൊണ്ടിരിക്കുന്നു എന്നാണ്. രഹാത്ത എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ താ വന്നാലും തീ വന്നാലും തേ വന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ വന്നത്, ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി അതുപോലെ താഴെ നിങ്ങൾക്ക് 2 സെന്റൻസ് വന്നിട്ടുണ്ട്. എന്താ? ബേല റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹീത്തി. സാഹിലിന് പകരം ബേലയായി. ബേല പ്രോഗ്രസ് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായി. അതേപോലെ ഈ സെന്റൻസിനെ നിങ്ങളോട് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേല റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാക്കണം. അതായത് ഈ ഒരു രഹ വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അത് രഹ വേണോ രഹി വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതിനു മുമ്പ് മക്കളെ നിങ്ങൾ ഹിന്ദിയിലെ ആ പ്രധാനപ്പെട്ട ഗ്രാമർ ഒന്ന് പഠിക്കണ്ടേ, നമുക്ക് സെറ്റാക്കണ്ടേ? അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറേ ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പല ടൈപ്പ്, ഈ വെറൈറ്റി മാത്രമല്ല വേറെ കുറേ ടൈപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കൺഫേം ആണ്. അപ്പൊ മക്കളെ സെറ്റാക്കി തരാം. എടാ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മച്ചാനുണ്ടല്ലോ, ചോട്ടാ ഭീം അല്ലേ? ഇതാണ് ഇവിടെ ചോട്ടാ ഭീം കേട്ടോ. ചോട്ടാ ഭീം ഒരു നല്ല ആൺകുട്ടിയല്ലടാ? ആണല്ലേ? ഓക്കെ, ദെൻ ഇത് ചോട്ടാ ഭീം. ഇതും ഇവിടെ ഡോറാബുച്ചി, ഡോറമോള്. ഓക്കെ, ഡോറമോൾക്ക് ഒരു മുടിയൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് ഡോറമോള്. ഇത് ഇവിടെ ആരാണ്? ചോട്ടാ ഭീം. ദെൻ ഇവിടെ ഡോറമോളും ചോട്ടാ ഭീമും ഒക്കെ കൂടി ഒരുമിച്ച് നിൽക്കാണ് കേട്ടോ. ഇത് ഡോറമോളാണ്, ഇത് ചോട്ടാ ഭീമാണ്. അതേപോലെ തന്നെ ഡോറമോള് അമ്മയുണ്ട്. ഓക്കെ, ഡോറമോൾ അമ്മയുണ്ട്, ചോട്ടാ ഭീമിന്റെ അച്ഛനുണ്ടെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, സോ ഇവര് കുടുംബത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാ ഞാനിങ്ങനെ ചിത്രം വരച്ചെന്നല്ല നിങ്ങൾ നോക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ പോകാ വെച്ചാൽ നമ്മളെ ചോട്ടാ ഭീമിന് ഒരു ചെറിയ നുള്ളു കൊടുക്കാൻ പോട്ടോ. അപ്പൊ ചോട്ടാ ഭീമ് കരയൂലേ? അപ്പൊ ആണുങ്ങൾ എങ്ങനെ കരയാ മക്കളെ? ആണുങ്ങൾ കരിയ ആന്ന് പറഞ്ഞിട്ടാ. എങ്ങനെയാ? അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ നമ്മളെ ഡോറമോൾ എന്ന് നുള്ളിക്കഴിഞ്ഞാലോ കേസാവോ? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഡോറമോൾ ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ ഡോറമോൾ കരിയ ഈ
എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, അപ്പോൾ ആണുങ്ങൾ കരിയ ആ, പെണ്ണുങ്ങൾ കരിയ ഈ അല്ലേ. എന്നാൽ ഇവിടെ ആണുങ്ങൾ കുറേ ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. അപ്പൊ കുറെ ആണുങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആയിട്ട് വന്നാലോ ഇവന്മാരെല്ലാരും കൂടി നമ്മൾ തല്ലി പരിപ്പാക്കി അവന്മാരെങ്ങനെ കരിയ ഏ, എങ്ങനെ കരിയ ഏ. ഇതാണ് മക്കളെ ഹിന്ദി ഗ്രാമർ. ഇത്രേ ഉള്ളൂ, ഇത്ര സിമ്പിൾ ആണ് ഹിന്ദി ഗ്രാമർ. അതായത് നമ്മുടെ സബ്ജക്റ്റ്, അതായത് ഒരു സെന്റൻസ് എടുത്ത് ആ സെന്റൻസിൽ ക്രിയ ചെയ്യുന്ന വെർബ് ചെയ്യുന്ന ആള് ഒരാണാണെങ്കിൽ ക്രിയയുടെ ശബ്ദം ആ എന്നായിരിക്കും, പെണ്ണാണെങ്കിൽ ഈ എന്നായിരിക്കും. ഡോറനെ ഓർത്താൽ മതി. ഇനി കുറെ ആണുങ്ങൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആയിട്ട് വന്നാലോ എ എന്നായിരിക്കും. പെണ്ണ് ഇനിയിപ്പോൾ ഒന്നായാലും കുറെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും ഈ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ആൺകുട്ടി പോകുന്നു എന്നെങ്ങനെ പറയാ? ആൺകുട്ടിക്ക് നമ്മൾ ലെടുക്ക എന്നല്ലട പറയാ. അപ്പൊ ലെടുക്ക അല്ലെ. പോകുന്നു, പോകുക എന്നുള്ളതിന് ജ എന്നാ പറയാ. ഈ നു എന്നർത്ഥം കിട്ടാൻ നമ്മൾ ത തീ തേ, ത പിന്നെ തീ പിന്നെ തേ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ പോവുക പ്ലസ് നു, പോകുന്നു അല്ലെ. അപ്പൊ ജാത്ത വരണോ ജാത്തി വരണോ ജാത്തെ വരണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? താ എന്ന് പറഞ്ഞാൽ ആ സൗണ്ട്, പിന്നെ തീ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ട്, തേ എന്ന് പറഞ്ഞാൽ എ സൗണ്ട്, ഇതല്ലേ സാധനം. അപ്പൊ ഇവിടെ ലെടുക്ക എന്ന് പറഞ്ഞ ആള് ഒരു ആൺകുട്ടിയല്ലേ, ഒരൊറ്റ ആള്. ഇവിടെ ആരോർത്താ മതി? ചോട്ടാ ഭീമിനെ ഓർത്താ മതി. അപ്പൊ എന്താ? ജാത്ത അല്ലെ, ഒരാളായപ്പം ജാത്ത. അപ്പൊ ലെടുക്ക ജാത്ത. ഒരാളുള്ളൂ നമ്മൾ ഹേ എന്ന് പറയും. ശ്രദ്ധിച്ചോ, ഒരാളാണെങ്കിൽ ഹേ. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കുത്തിട്ടെടുത്താൽ മതി ഹൈ. ഓക്കെ, അപ്പൊ ലെടുക്ക ജാത്ത ഹേ, ആൺകുട്ടി പോകുന്നു. ഇനി ഇൻ കേസ് ഈ ആൺകുട്ടിക്ക് പകരം നമുക്ക് പെൺകുട്ടിയാക്കിയാലോ? അപ്പൊ ലെടുക്ക ലെടുക്കിയായില്ലേ, പെൺകുട്ടി പോകുന്നു എന്നെങ്ങനെ പറയാ? ജാ എന്നാണ് വെർബ്, പോകുക അല്ലെ. അതിനെ പോകുന്നു എന്നാക്കണമെങ്കിൽ താക്ക് പകരം എന്താക്കുക? ഡൊറാബുജി ആകുമ്പോ ഈ സൗണ്ട് ആക്കണ്ടേ. അപ്പൊ ജാത്തി അല്ലെ, ലിടുക്കി ജാത്തി. ഒരാളായതുകൊണ്ട് ഹേ തന്നെ. ഓക്കെ, ഇനി കുറെ ആൺകുട്ടികൾ ഉണ്ടെങ്കിലോ? ആൺകുട്ടികൾ പോകുന്നു എന്ന് എങ്ങനെ പറയാ? ലെടുക്കേ എന്നല്ലേ അല്ലെ, ലെടുക്കേ അല്ലെ. ലെടുക്കേ എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ ജാ. ഇനി കുറെ ആൺകുട്ടികളല്ലേ, കുറെ ആണായാലും ആണും പെണ്ണും മിക്സ് ആയാലും എന്താ സൗണ്ട് വരണ്ടേ? എ സൗണ്ട് അല്ലടാ. അപ്പൊ എങ്ങനെ വരിക? ജാത്തെ. അപ്പൊ ലെടുക്കേ ജാത്തെ. ഇനി കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഹേ വെച്ചാ പോരാ, ഒരു കുത്തിടണം, ഹൈം. ഓക്കെ, ലെടുക്കേ ജാത്തേ ഹൈം. ഇനി പെൺകുട്ടികൾ പോകുന്നു എന്ന് എങ്ങനെ പറയാ? കുറെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ലെടുക്കിയാം എന്നല്ലേ പറയാ. അപ്പൊ ലെടുക്കിയാം, പെൺകുട്ടികൾ അല്ലെ. പെൺകുട്ടികൾ എന്ത് ചെയ്യാണ്? പോവുകയാണ്. അപ്പൊ പെണ്ണ് ഒന്നായാലും കുറെ ഉണ്ടെങ്കിലും പെൺകുട്ടികൾ ഈ എന്ന് വെച്ചിട്ട കാര്യം അല്ലെ. അപ്പൊ എന്താ വരിക? ജാതി അല്ലെ, ജാതി ഹോത്തും എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ലെടുക്കിയാം ജാതി. ഇനി കുറെ ആൾക്കാരില്ലേ, കുറെ ആൾക്കാരുണ്ട്, എന്തായാലും നമ്മൾ കുത്തണം അല്ലെ. അപ്പൊ എന്താ? ലെടുക്കി ജാതി ഹൈം അല്ലെ. സംഭവം മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ? ഒരാണാണെങ്കിൽ ആ സൗണ്ട്, ഒരു പെണ്ണാണെങ്കിൽ ഈ സൗണ്ട്, കുറെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും ഈ സൗണ്ട്, എന്നാൽ ആണും പെണ്ണും മിക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുറെ ആണുങ്ങളുണ്ടെങ്കിൽ എ സൗണ്ട്. പഠിച്ച് ഇത്രയേ ഉള്ളൂ ഹിന്ദിയിലെ ഗ്രാമർ. സിമ്പിൾ ആണ് മക്കളെ. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ഇവിടെ നോക്കിയാ സാഹിൽ ഒരു ആണായതുകൊണ്ട് നമ്മൾ രഹാത്ത, കണ്ടോ ആ സൗണ്ട് വന്നില്ലേ? രഹാത്ത, രഹ ആ അല്ലെ, ത ആ അല്ലെ. എന്നാൽ ഇവിടെ നോക്ക്, ദേക്ക് രഹ അല്ലെ, ഇവിടെയും രഹ വന്നില്ലേ? കാരണം എന്താ? ആണാണ്. ഇവിടെ നോക്കിയാ ബേല പെണ്ണായപ്പം രഹി വന്നു, താ എന്നായിട്ട് തീയായി. അപ്പൊ അതേമാതിരത്തെ മാറ്റല്ലേ ഇവിടെ വരേണ്ടത്. അപ്പൊ ഈ രഹ ഇവിടെ എത്തുമ്പോ എന്താവും? രഹിയാവും. ബേലല്ലേ വന്നത്? ബേല റിപ്പോർട്ട് കാർഡ് ദേക്ക്, ദേക്ക് ഉണ്ടല്ലോ അല്ലെ, ദേക്ക്. വെർബിന് മാറ്റമൊന്നുമില്ല, ദേക്ക് എഴുതി. ഇനി രഹ എന്താവും മക്കളെ? രഹി അല്ലെ. ഇത്രയുള്ള കാര്യം. ഹേ മാറുമോ? ഇല്ല. ഇവിടെ സാഹിൽ ഒരാളാണ്, ഇവിടെ ബേല ഒരാളാണ്. അപ്പൊ എന്തായാലും ഹേ മാറൂല, ഹേ ഹേനാണ്. കുറെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമല്ലേ ഹൈമാവുള്ളൂ. അപ്പൊ ഇത് സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഒരു മാർക്ക് അടിച്ചില്ലേ, ഒരു മാർക്ക് അടിച്ചില്ലേ. ഇനി ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻ നോക്ക്, ചിലപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും അല്ലെ. അപ്പൊ ചെറിയൊരു മാറ്റം ഇവിടെ നോക്ക്. ജോഗു പാനി ലാത്താ ഹേ, ജോഗു വെള്ളം കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ ജോഗു ഒരു ആണായത് കൊണ്ടാണ് ലാത്താ വന്നത്. കണ്ടോ? ലാത്താ ഹേ, ഹേ എന്നാ വന്നത്, ഒരാളേ ഉള്ളൂ അല്ലെ. അപ്പൊ ജോഗു പാനി ലാത്താണ്, ജോഗു വെള്ളം കൊണ്ടുവരുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ, വെള്ളം കൊണ്ടുവരുന്നു. ഇതിനെ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി. പാനി ലാ രഹാ ഹേ, കണ്ടോ? രഹ ആണായപ്പം രഹ അല്ലെ. എന്നാ ഇവിടെ ജോഗുന് വരും ഗംഗി വെച്ചു, പെണ്ണായി. അപ്പൊ ലാത്ത നേരെ ലാത്തിയായി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ മാറ്റണ്ടേ. അപ്പൊ എന്താ? ഗംഗി പാനി ലാന്ന് ലാ തന്നെ വരും, പക്ഷെ രഹ എന്താവും? രഹിയാവും. എന്ത് സിമ്പിളാ നോക്കിയാ, ഒരാളുള്ളതുകൊണ്ട് ഹേ തന്നെ. ഓക്കെ, ജംഗി പാനി ജാ രഹി ഹേ, ലാ രഹി ഹേ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി, ഒരു മാർക്കായി അല്ലേ. എന്ത് സിമ്പിൾ ഹിന്ദി അല്ലേ. ദെൻ അടുത്ത നോക്കിയത് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും, ഞാൻ പറഞ്ഞതിന് മുന്നേ തന്നെ എഴുതാൻ പറ്റും. എന്താ? ഇവിടെ ജോഗു, നേരത്തെ പറഞ്ഞ സെന്റൻസിന് ചെറിയ മാറ്റം വന്നാണ്, മോഡൽ എക്സാമിന്റെ പാറ്റേൺ ആണ്. അപ്പൊ ജോഗു പാനി പി രഹാത്ത, ജോഗു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ, രഹാത്ത. ജോഗു ആണായതുകൊണ്ടാണ് ആ സൗണ്ടിൽ അവസാനിച്ചത്. അതേപോലെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആയപ്പോൾ രഹ ഹേ എന്നായി. എന്നാൽ ജോഗുന് വരം ഗംഗി ആയപ്പോൾ എന്തായി? രഹാത്ത എന്നുള്ള രഹി തീ എന്നായി. അങ്ങനെയാണ് ഇവിടെ എന്താ മാറുക? പി രഹി അല്ലെ. പെണ്ണായപ്പോൾ എന്തായി? രഹി ഹേ അല്ലെ. ഗംഗി പാനി പി രഹി ഹേ. ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിൾ അല്ലടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ. മാം ഗീത് ഗാത്തി ഹേ, അമ്മ പാട്ട് പാടുന്നു. അമ്മ പെണ്ണായതുകൊണ്ട് ഗാത്തി ഹേ എന്നായി. ഇവിടെ മാം ഗീത് ഗാ രഹി, അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അമ്മക്ക് പകരം ചാർലി ആയപ്പോൾ എന്തായി? ഗാത്തി ഹേ ഗാത്താ ഹേ ആയി. അങ്ങനെയാണ് ഇവിടെ എന്താവും? ഇവിടെ ഗാ
രഹി എന്നുള്ള എന്താവും രഹ എന്നാവും രഹാഹെ. എന്താല്ലേ എന്ത്. ദെൻ അടുത്തത് നോക്കേ, ഗുഡലി ചൽ രഹി ഹെ. ഗുഡലി എന്ത് ചെയ്യുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഗുഡലി ചൽ രഹി തി. ഗുഡലി നടക്കുകയായിരുന്നു എന്നായി അല്ലെ, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡലിക്ക് വരും ബയ്യ വന്നപ്പോൾ എന്തായി? രഹാഹെ എന്നായി. അങ്ങനെയാണ് ഇവിടെ എന്താവും രഹി എന്നുള്ള എന്താവും ചൽ എന്നുള്ളത് ചൽ തന്നെയാണ്, അത് മാറില്ല. ദെൻ രഹി എന്നുള്ള എന്താവും രഹ എന്നാവും, കാരണം ആണാണല്ലോ. ഇനി തീ എന്നുള്ള എന്താവും ഥാ എന്നാവും, കാരണം ബയ്യ ആണാണ്. ഇത്ര കാര്യമുള്ളൂ കേട്ടോ മക്കളെ. അപ്പം ആ ഗ്രാമർ മക്കൾക്ക് സെറ്റ് ആയില്ലേ? ഇനി മറ്റൊരു ഗ്രാമർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെ പ്ലസ് ലഗ എന്ന് പറഞ്ഞ് വരുന്ന ലഗ അല്ലെങ്കിൽ ലഗി അല്ലെങ്കിൽ ലഗെ വരുന്ന ഒരു സാധനമാണ്. സോ ഇത് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നാണ്. നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം പബ്ലിക് എക്സാമിന് ഇതുപോലൊരു ചോദ്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വെർബിന്റെ കൂടെ നെ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആൻ എന്നാണ്. എങ്ങനെ അർത്ഥം വരിക? ആൻ. ഉദാഹരണത്തിന് ജ എന്ന് പറഞ്ഞ വെർബിന്റെ അർത്ഥം എന്താടാ? പോവുക എന്നല്ലേ. അപ്പൊ ജാന്റെ കൂടെ നെ വെച്ചാൽ എങ്ങനെ വായിക്കത്? ജാനെ. എങ്ങനെ വായിക്കാം? ജാനെ എന്നല്ലേ. ജാനെ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? പോവുക പ്ലസ് ആൻ, പോകാൻ അല്ലേ. ഇനി വരിക എന്നുള്ളതിന് ആന്നല്ലേ പറയാ. അപ്പൊ ആന്റെ കൂടെ നേ വെച്ചാൽ എങ്ങനെ വരിക? ആനെ. എങ്ങനെ വരിക? ആനെ. ആനെ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? വരാൻ. ഇനി ഇരിക്കുക എന്നുള്ളതിന് ബൈറ്റ് എന്നല്ലേ. അപ്പൊ ഇരിക്കാൻ എങ്ങനെ പറയാ? ബൈറ്റിനെ. നടക്കുക എന്നുള്ളതിന് ചൽ എന്നല്ലേ. നടക്കാൻ എങ്ങനെ പറയാ? ചൽനെ. പറക്കാൻ എന്നുള്ളതിന് ഉഡ് എന്നല്ലേ. പറക്കാൻ എന്നിങ്ങനെ പറയാ ഉഡിനെ അല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ? നമ്മൾ ആൻ എന്ന് വെക്കാനാണ് നമ്മൾ നേ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഗ്രാമറിൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഒരു നേ എന്നൊക്കെ കണ്ടൂടെ? ഈ നേ എന്നുള്ള വാക്ക് ഒരു കാരണവശാലും എന്താവൂല? ഒഴിവാവൂല. നേ ഒരിക്കലും നീയോ അല്ലെങ്കിൽ നായോ ഇങ്ങനൊന്നും ആവൂല. നേ എപ്പോഴും എന്താ? ഇതൊക്കെ തെറ്റാണ്. നേ എപ്പോഴും നേ തന്നെ ആവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമർ നേ പ്ലസ് ലഗ ലഗി ലഗ എന്ന് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നേക്ക് ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ആകെ ചേഞ്ച് വരെ എന്തിലും മാത്രമാണ്? ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ വേറെ കളറിൽ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ആകെ മാറ്റം വരിക ലഗ, പിന്നെ ലഗി, പിന്നെ ലഗെ. ഈ വാക്കുകളിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം വരുള്ളൂ മക്കളെ. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സൗണ്ട് അല്ലേ. ആ സൗണ്ട് ആർക്കാണ്? ഒരു ആണാണെങ്കിൽ. ലഗി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൗണ്ട് അല്ലേ. ഈ സൗണ്ട് പെണ്ണിനുള്ളതാ അല്ലേ. ഒരു പെണ്ണായാലും കുറെ പെണ്ണുങ്ങൾ വരും. ലഗെ എന്ന് പറഞ്ഞാൽ എ സൗണ്ട് അല്ലേ. എ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കുള്ളതാ? കുറെ ആണുങ്ങൾക്കുള്ളല്ലേ. ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ സെന്റൻസ് കിട്ടിയ ആ സെന്റൻസിലെ സബ്ജക്ട് ഒരാണാണോ, ഒന്ന് കൂടുതൽ ആണുങ്ങളുണ്ടോ, അതല്ലെങ്കിൽ പെണ്ണാണോ എന്ന് മാത്രങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ ലോഗ് എന്നല്ലേ ഇതിലൊക്കെ സബ്ജക്ട് അല്ലെ. ലോഗോം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ലോഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതേപോലെ ഈ നേ ഉണ്ടോ? ഈ നേയും ഈ നേയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നേ ഭൂതകാലത്തിൽ പാസ്റ്റ് ടെൻസിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഈ പ്രയോഗം തന്നെ തെറ്റാണ്. അപ്പൊ ആ സെന്റൻസ് തെറ്റാൻ നമുക്ക് ഉറപ്പിക്കാം. ഈ നേ എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ വരുന്നില്ല. കണ്ടോ, ചില്ല എന്ന് പറഞ്ഞിട്ട് നേ വേറെ വാക്കില്ല. ചില്ലാനെ, ചല്നെ, ആനെ. ഇവിടൊക്കെ ഞാൻ എഴുതി കണ്ടില്ല, ഒറ്റടിക്കൽ എഴുതിയത്. സോ മനസ്സിലാക്കാൻ നേ വെർബിന്റെ കൂടെ വരുമ്പോഴാണ് ആൻ എന്നർത്ഥം വരിക. ഇത് സെപ്പറേറ്റ് ഇങ്ങനെ വരുന്നത് വേറെ തന്നെയാണ്. അത് പാസ്റ്റ് ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സാധനമാണ്. സോ ഇവിടെ ഈ പ്രയോഗങ്ങൾ തെറ്റാണ്. അപ്പം തന്നെ ഈ രണ്ട് സെന്റൻസ് തെറ്റാൻ നമുക്ക് ഉറപ്പിക്കാം അല്ലെ. ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ ലോഗാണ്, ഇവിടെയും ലോഗാണ്. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ശരി അല്ലെ. അപ്പൊ ലോഗ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകളല്ലേ, കാണികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ചാർലി ചാപ്ലിന്റെ ചാപ്റ്റർ ആണ്. അപ്പൊ കാണികൾ എന്ന് പറയുമ്പോൾ അതിൽ ആണും പെണ്ണൊക്കെ ഉണ്ടാവില്ലേ, മിക്സ് ആയിട്ടല്ലേ. അപ്പൊ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഏത് സൗണ്ട് നമ്മൾ എടുക്കേണ്ടി? എ സൗണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ലഗേന്ന് വരുന്ന ഏതൊക്കെ നോക്കിയാൽ മതി. ഇത് ലഗേന്നാണ്, ഇതും ലഗേന്നാണ്. ബാക്കിയുള്ള ഒക്കെ തെറ്റാന്ന് ഉറപ്പിച്ചു അല്ലെ. സോ ഈ ലഗ എന്തായാലും തെറ്റാണ്. കാരണം എന്താ? ഇവിടെ ഒരു നാ വന്നിട്ടുണ്ട്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതാ ശരി? ലോഗ് ചില്ലാനെ ലഗെ. ആളുകൾ കുറുകെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്രയുള്ളൂ, നേ മാറൂല. എന്ത് മാത്രമേ മാറുള്ളൂ? ലഗി ലഗ ലഗെ. ഇത് മാത്രമേ മാറുള്ളൂ. ഇവിടെ ലോഗ് കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ലഗെ. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഗുഡ് ടെൻസ്. ഇനി ഞാൻ ഇതേപോലത്തെ വേറെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടേക്കാ ഗുഡലിയാണ് എല്ലാത്തിലെയും സബ്ജക്ട്. ഗുഡലി പെണ്ണാ നമുക്ക് ഉറപ്പല്ലേ. പെണ്ണാണ് എന്തായാലും ഏത് സൗണ്ടേ വരുള്ളൂ? ഈ സൗണ്ടേ വരുള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റിൽ ഈ സൗണ്ടിൽ ഏതൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെയും ലഗിയാണ്, ഇവിടെയും ലഗിയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് രണ്ടും തെറ്റാണ്. ഇനി ഈ രണ്ടെണ്ണത്തിൽ ഏത് ശരിയെന്നല്ലേ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നേ എന്നാണ്, ഇവിടെ നീ എന്നാണ്. നമുക്കറിയാം നേ എന്നുള്ള സൗണ്ട് ഒരിക്കലും മാറൂല അല്ലേ. അത് നീയും നായൊന്നും ആവൂല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ രോനി ലഗി എന്നല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ കളിപ്പിക്കും. നമ്മൾ പെണ്ണാന്ന് വിചാരിച്ചിട്ട് എന്നാ ഇതും ഈ നാണല്ലോ, അപ്പൊ ഇതാ ശരി എന്ന് വിചാരിക്കും. മനസ്സിലാക്കാൻ നേ ഒരിക്കലും മാറൂല. അപ്പൊ ശരി അതാണ് ഗുഡലി രോനെ ലഗി. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കേ. ചാർലി ഗാനെ ലഗ, ചാർലി ഗാനെ ലഗി, ചാർലി ഗാന ലഗ, ചാർലി ഗാനെ ലഗെ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എല്ലാത്തിലും ചാർലിയാണ്. ചാർലി ഒരു ആൺകുട്ടിയല്ലേ. ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഗ എന്നല്ലേ വരിക. ആ സൗണ്ടല്ലേ വരിക. അപ്പൊ ആ സൗണ്ട് ഉള്ളത് ഇത് ആ സൗണ്ട് ഉണ്ട്, ഇതിനും ആ സൗണ്ട് ഉണ്ട്. ഇതിൽ ഏതാ ശരി നോക്കിയാൽ പോരെ. ഇവിടെ ഗാനെ ലഗെ ലഗ, ഇത് ശരിയാണ്. ഇവിടെ നോക്കിയാൽ ഗാന എന്നാ വന്നത്, ഇത് തെറ്റാ. അപ്പൊ ഏതാ ശരി? ഗാനെ ലഗ. എന്നെ സൗണ്ട് മാറൂലല്ലോ. ദെൻ അടുത്ത് നോക്ക്. മാനേജർ എന്നാണ്. മാനേജർ ആണായതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കുക ഇതിൽ ലഗ വെച്ചിട്ട് വരുന്ന രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ഏതോ ഒന്നാണ്. ഇവിടെ നോക്കിയാൽ ബട്ടോർനെ ലഗ എന്നുണ്ട്, ഇവിടെ ബട്ടോർന ലഗ എന്നുണ്ട്. ഏതാ ശരി?
നേലക. ഇതാണ് ശരി അല്ലെ? ഇനി മക്കളെ നമുക്ക് സമാനമായ ഗ്രാമർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നതല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം SLC പരീക്ഷയ്ക്കും മോഡൽ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം ഇതുപോലൊരു ചോദ്യം വന്നാൽ മക്കൾ കുഴങ്ങരുതല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കൂടി ഇതിലിട്ടത്. ഇതുപോലത്തെ 2-3 പ്രോബ്ലം കൂടി ചെയ്താൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഈ പഠിച്ച ഗ്രാമർ തന്നെയാണ് കേട്ടോ. ആണാണെങ്കിൽ ആ, പെണ്ണാണെങ്കിൽ ഈ, ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കടാ. സാഹിൽ ബീർബഹൂട്ടി യോങ്കോ ഗോജ് താഹെ. സാഹിൽ ബീർബഹൂട്ടികളെ തിരയുന്നു. ഗോജ് എന്ന് പറഞ്ഞാൽ തിരയുക, അന്വേഷിക്കാന്നല്ലേ. സാഹിൽ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നു. ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തരും അല്ലെ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ എന്താണ്? ഇതാണ് ചോദ്യം. സാഹിൽ ശബ്ദക്കെ ബദലെ ബേല ജോഡ്കർ. അതായത് ഇവിടെ സാഹിൽ എന്ന ഈ വാക്കിന് പകരം ബേല എന്ന വാക്ക് ചേർത്തുകൊണ്ട്, ജോഡ് എന്ന് പറഞ്ഞാൽ ചേർക്കുക, ഈ കർ എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ജോഡ്കർ എന്ന് പറഞ്ഞാൽ ചേർത്തുകൊണ്ട്. ഓക്കെ. ഇപ്പൊ ബൈറ്റ്കർ എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട്, ചൽക്കർ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട്. ഒരു വെർബിന്റെ കൂടെ കർ വന്നാൽ കൊണ്ട് എന്നാണ് വരും. നിങ്ങൾക്ക് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓർത്തോണ്ടിട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും സാഹിൽ എന്ന വാക്കിന്റെ കൂടെ ബേല എന്ന ശബ്ദം ചേർത്തുകൊണ്ട് ഈ സെന്റൻസിനെ മാറ്റിയതാണ് മക്കളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് മാറ്റി ചെയ്യാലോ. ഇവിടെ ശ്രദ്ധിച്ചോ. സാഹിൽ ആണല്ലടാ. അപ്പൊ ബേല വെക്കുമ്പോ പെണ്ണാവൂലേ? സിമ്പിൾ ആണ്. അപ്പൊ സാഹിലിന് പകരം നമ്മൾ ബേല എന്ന് വെച്ചു. അപ്പൊ എങ്ങനെ വരിക? ബേല ബീർ ബഹൂട്ടിയോങ്കോ ഗോജ് താ എന്നുള്ളത് എന്താ കൂടാ? ഗോജ് തീ എന്നാവും. ആണ് പെണ്ണായി. ഇത്രയുള്ള കാര്യം. ഗോജ് തീ ഹേ. ഹേ മാറോ? ഹേ മാറൂല. സാഹിലായാലും ബേലയായാലും ഒരാളല്ലേ ഉള്ളൂ. സിമ്പിൾ. എത്ര പെട്ടെന്ന് നമ്മൾ ആൻസർ കിട്ടി വെക്കുക. ബേല ബീർ ബഹൂട്ടിയോങ്കോ ഗോജ് തീ ഹേ എന്ന് എഴുതിയ ഒരു മാർക്കാ. എന്ത് സിമ്പിൾ അല്ലടാ എന്തി. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്ക്. രോഷ്നി കുവാമേം ആത്തി ഹേ. രോഷ്നി എന്ന് പറഞ്ഞാൽ ഏതോ പെൺകുട്ടിയാന്ന് വിചാരിക്കേണ്ട. ഓക്കെ. രോഷ്നി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. വെളിച്ചം. വെളിച്ചം കിണറിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം അല്ലെ, ഈ സെന്റൻസിന്റെ അർത്ഥം. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ രോഷ്നി എന്ന ഈ വാക്കിന് പകരം നിങ്ങളോട് പ്രകാശ് എന്ന് ചേർക്കാൻ. പ്രകാശ് എന്ന് പറഞ്ഞാലും പ്രകാശം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മക്കൾ മനസ്സിലാക്കണം, ഇവിടെ രോഷ്നി എന്ന് പറഞ്ഞത് ഒരു പെണ്ണാണ്. അതെങ്ങനെ പെണ്ണാന്ന് മനസ്സിലായത്? സിമ്പിൾ ആണ്. ഇവിടെ തീയാണ് വന്നത്, താന്നല്ല. ആത്താഹെ എന്നല്ല, ആത്തിഹെ എന്നാണ്. അപ്പൊ വെർബ് നോക്കിയിട്ടാണ് നിങ്ങൾ സബ്ജക്റ്റ് ആണാണോ പെണ്ണാണോ നോക്കേണ്ടത്. അപ്പൊ രോഷ്നി പെണ്ണാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊന്നൊരു ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. എന്ത്? അങ്ങനെയെങ്കിൽ പ്രകാശ് ആണാവും. ഇതാണ് കോഡ്. അല്ലാതെ പ്രകാശ് ട്രൗസർ ഇട്ടണമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രകാശ് ആണാന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായത്? രോഷ്നി പെണ്ണായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കുള്ള എന്തായിരിക്കും? പ്രകാശ് ആണായിരിക്കും. ഈ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയത്. ഈ ലോജിക്ക് ഇതിൽ ചെയ്യാനുള്ളൂ, വേറെ നോക്കാനില്ല. അപ്പൊ പ്രകാശ് വെച്ചിട്ട് ഈ സെന്റൻസിനെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? രോഷ്നിന്റെ സ്ഥാനത്ത് പ്രകാശ് വെക്കുന്നു. അപ്പൊ എങ്ങനെ വരിക? പ്രകാശ് അല്ലെ. എന്താ? കുവാമേം ആത്തി എന്നുള്ള എന്താവും? ആണാവുമ്പോ ആത്താന്നാവും. അപ്പോ ആത്താഹെ. ഇത്രയുള്ളൊരു പണി. എന്ത് സിമ്പിളൊക്കെയാ. അപ്പോൾ പ്രകാശ് കുവാമേം ആത്താഹെ എന്നെഴുതിയ ഒരു മാർക്ക് കിട്ടി അല്ലെ. ഇനി സമാനമായ ഒരു സെന്റൻസ് തന്നെയാണ്. സെന്റൻസിന്റെ ഗ്രാമർ ചെറുതായിട്ടൊന്ന് മാറി. ഇത് മുൻ വർഷത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഇതേപോലെ തന്നെ രോഷ്നി കുവാം പർ ആ രഹീത്തി എന്നാണ്. അതായത് വെളിച്ചം കിണറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ രോഷ്നിക്ക് പകരം പ്രകാശ് വെക്കാൻ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എങ്ങനെ വരിക? ഇപ്പൊ പറഞ്ഞതേപോലെ തന്നെ പെണ്ണിന് പകരമാണ്. ഇവിടെ രഹീത്തി എന്ന് കണ്ടോ? രഹീത്തി എന്ന് കണ്ടാൽ തന്നെ അറിയാം രോഷ്നി പെണ്ണാണ്. അപ്പൊ എങ്ങനെ വരിക? ഇവിടെ പ്രകാശ് എന്ന് വെക്കുന്നു. പ്രകാശ് എന്താകുന്നു? കുവാം പർ ആ രഹി എന്നുള്ള എന്താവും? രഹാന്നാവും. പിന്നെ തീ എന്നുള്ള എന്താവും? താന്നാവും. എന്താ സിമ്പിൾ അല്ലെ. അപ്പോ പ്രകാശ് കുവാം പർ ആ രഹാത്ത അല്ലെ. പ്രകാശം കിണറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് കുട്ടികൾക്ക് SLC പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നഷ്ടപ്പെട്ട ഒരു ചോദ്യമാണിത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിയാ. ബേല കാ മൻ. ബേലയുടെ മനസ്സ്. ഗരാബ് ഹോ ജായേഗ ജായേഗി ജായേഗ എന്നൊക്കെ തന്നിട്ടുണ്ട്. അതായത് ബേലയുടെ മനസ്സ് വിഷമിച്ചു, മനസ്സ് സങ്കടപ്പെട്ടു എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഇവിടെ പല കുട്ടികൾ എന്താ ചെയ്തറിയോ? ബേലാന്ന് ഫസ്റ്റ് കണ്ടപ്പം ബേല പെണ്ണല്ലേ, അപ്പം തന്നെ ഈ സൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ചാടി കയറി ഇതങ്ങട്ട് എഴുതി. നിങ്ങളിലും പല ആളുകൾക്കും ഇതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടാവും. അപ്പൊ നോക്കിയാ ഇവിടെ 2 ഈ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏങ്കി എന്തായാലും അല്ല. ഏങ്കി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടല്ല. ബേല സിംഗിൾ ആയതുകൊണ്ട് ഇതാണ് ശരിയെന്ന് കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ മക്കൾ അത് ശരിയല്ല, തെറ്റാണ്. ഓക്കെ. സോ ഇവിടെ നോക്ക്. ഇവിടെ ബേലയാണോ സബ്ജക്റ്റ്? ബേലയല്ല. ബേല വേദനിച്ചു അല്ലെങ്കിൽ ബേല സങ്കടപ്പെട്ടു എന്നല്ലല്ലോ പറഞ്ഞത്. ബേലയുടെ മനസ്സ് സങ്കടപ്പെട്ടു എന്ന. ബേല കാം മൻ അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും സബ്ജക്റ്റ് മനസ്സല്ലേ. ഈ മനസ്സാണാണോ പെണ്ണാണോ എന്നല്ലേ മക്കൾ നോക്കേണ്ടത്. അതെങ്ങനെ മനസ്സിലാവുക? സിമ്പിൾ ആണ്. ഈ മനസ്സിന്റെ മുന്നിൽ നോക്കിയാൽ കാ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു മെയിൻ പോയിന്റ് ശ്രദ്ധിച്ചോ. ക, കി, കെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലാണ് ഏതാ? ആണ് ആ സൗണ്ട് ക അല്ലെ. പെണ്ണ് കീ അല്ലെ, ഈ സൗണ്ട്. പിന്നെ കുറെ ആണുങ്ങളുണ്ടെങ്കിൽ എ സൗണ്ട് കെ അല്ലെ. ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. സോ നിങ്ങൾക്ക് ഒരു സെന്റൻസിൽ ക എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന്റെ സബ്ജക്റ്റ് ആണാണ്. കീ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന്റെ കൂടെ വരുന്നത് പെണ്ണാണ്. കെ എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതിന്റെ കൂടെ വരുന്നത് കുറെ ആണുങ്ങൾ അല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആയിട്ടാണ്. സോ നോക്കേണ്ടത് എന്താ വെച്ചാൽ കായും കീയും കെയും കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന നോക്കേണ്ടത്. ഇപ്പോഴത്തുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ എന്റെ അച്ഛൻ എങ്ങനെ പറയാ? മേരാ പിത എന്നാണോ മേരി പിത എന്നാണോ പറയാ?
മേരാ പിത. കാരണം ഞാൻ ആണോ പെണ്ണാണോ അവിടുത്തെ വിഷയമല്ല, അച്ഛൻ എന്താണ് ആണാണ്. ഇനി എൻ്റെ അമ്മ എന്ന് എങ്ങനെ പറയാ, മേരി മാം എന്നാ പറഞ്ഞത്, മേരാ മാം എന്ന് പറയരുത്, കാരണം അമ്മ പെണ്ണാണ്. മനസ്സിലായില്ലേ? ഇനി അവളുടെ സഹോദരൻ എന്നെങ്ങനെ പറയാ, ഉസ്കാ ബായി എന്നാ പറയേണ്ടത്, അല്ലാതെ ഉസ്കി ബായി എന്ന് പറയില്ല. അവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവളെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, സഹോദരൻ ആണാണ്. ഇനി അവന്റെ സഹോദരി എന്നെങ്ങനെ പറയാ, ഉസ്കി ബഹൻ എന്നാണ് പറയാ, അല്ലാതെ ഉസ്കാ ബഹൻ എന്ന് പറയില്ല. അവനാണോ പെണ്ണാണോ ഇവിടെ പ്രശ്നമില്ല, ബഹൻ പെണ്ണാണ്. അപ്പൊ എപ്പോഴും കായും കേയും കീയും എന്താണ് അതിന് ശേഷം വരുന്നതാണ് നോക്കാന്ന് മനസ്സിലാക്കുക. ഇനി കണ്ണ് പെണ്ണാണ്. അപ്പൊ സാഹിലിന്റെ കണ്ണ് എന്ന് എങ്ങനെയാണ് പറയാ, സാഹിൽ ക ആങ്ക് എന്നാണോ സാഹിൽ കി ആങ്ക് എന്നാണോ? സാഹിൽ കി ആങ്ക് എന്നാ പറയാ, കാരണം ആങ്ക് പെണ്ണാണ്. സാഹിൽ ആണാണോ പെണ്ണാണോ അത് നമുക്കൊരു വിഷയമല്ല. ഓക്കെ, അപ്പൊ സാഹിൽ കി ആങ്ക് എന്നാ പറയാ. ഇനി വീട് ഗർ എന്നുള്ളത് ആണാണ്. അപ്പൊ എന്റെ വീട് എന്ന് എങ്ങനെ പറയാ, മേരാ ഗർ എന്നാ. അതാണ് പറഞ്ഞാലും പെണ്ണ് പറയുകയാണെങ്കിലും മേരാ ഗർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നാം പേര് എന്നുള്ള വാക്ക് നാമില്ലേ, അത് ആണാണ്. അപ്പൊ മേരാ നാം എന്നാ പറയേണ്ടത്. അത് പെണ്ണ് പറഞ്ഞാലും മേരാ നാം എന്നാണ്, ആണ് പറഞ്ഞാലും മേരാ നാം എന്നാ, അല്ലാതെ മേരി നാം എന്നുള്ളൊരു വാക്കില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഈ കായും കേയും കീയൊക്കെ നോക്കുക, അതിന് ശേഷം വരുന്ന നൗണിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ബേല ക മൻ എന്നല്ലേ വന്നത്, അപ്പൊ ക ആണാണ് അല്ലെ, ആണ്. ഇതിപ്പോ മൻ ആണാണ്, അപ്പൊ മനല്ലേ ഇവിടുത്തെ സബ്ജക്ട്. അതുകൊണ്ട് ഇവിടെ ശരിയാവുക ഏതാണ്, ഹോ ജായേഗ. മനസ്സിലായില്ലേ? അപ്പൊ പല കുട്ടികളും തെറ്റിച്ചാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വരും. അപ്പൊ മനസ്സിലാക്കുക, സബ്ജക്ട് ഏതാണെന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൽ, അല്ലാതെ ചാടി കയറി ഫസ്റ്റ് പെണ്ണാണ് നോക്കിയിട്ടുണ്ട് എഴുതരുത്. അതേപോലത്തെ ഒരു ചോദ്യമാണ് ഇവിടെ. നോക്കിയാൽ കുപ്പി കി ദുന്ദലി രോഷ്നി, വെളിച്ചം കിണറിലേക്ക് വന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്, അല്ലെങ്കിൽ കിണറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. സോ ഇവിടെയും സബ്ജക്ട് ഏതാ, രോഷ്നി, വെളിച്ചമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതാണാണോ പെണ്ണാണോ എങ്ങനെ അറിയാം? സോ ഇവിടെ കീ വന്നിട്ടുണ്ട് അല്ലെ, കീ വന്നുകൊണ്ട് പെണ്ണാണെങ്കിൽ പിന്നെ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, തീ രഹി തീ. അപ്പൊ ഏതാ ശരി, ആ രഹി തീ. ഇത്രയുള്ള കാര്യം സിമ്പിൾ ആണ്. അപ്പൊ മക്കളെ, ഹിന്ദിയിലെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആ ഇ എ, ഇത്ര പണിയുള്ളൂ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഈ മാർക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രാമറുകൾ വരും, തെറ്റിക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.